ഹലോ ഗായ്സ്, കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓലഞ്ഞാലിക്കിരി കിളി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തുപ്പും, അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക് നടക്കുമെന്ന് പറയും. അങ്ങനെയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് എൻ്റെ ചെടികൾ കണ്ട് എല്ലാം കാട് പോലെ കിളിച്ചിരിക്കുന്നു. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. കണ്ട് നമ്മുടെ വഴുതനങ്ങ എല്ലാം ഇലകൾ ഫുള്ളും ഭയങ്കര ഡാമേജ് ആയിരുന്നു. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത്. തക്കാളി എന്ത് നോക്കട്ടെ, തക്കാളി കാണിക്കാതിരിക്കുന്നതായിരിക്കും. ഫുള്ള് കരിഞ്ഞിരിക്കുന്നു. എനിക്കത് കാണാൻ ഭയങ്കര വിഷമമാണ്. ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം എന്തായാലും. അതുകൊണ്ട് തക്കാളിക്കകത്ത് പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഓമയ്ക്ക കാണിച്ചു തരാം. ഫുള്ള് കരിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ കമ്പ് നമ്മളിപ്പോൾ ഒടിച്ചാൽ ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഈ കമ്പ് ഒടിക്കുകയാണെങ്കിൽ ഈ കമ്പ് കരിഞ്ഞ് നിൽക്കുക. ഈ കമ്പ് ഒടിക്കുകയാണെങ്കിൽ ഈ ഓമ താഴെപ്പോകും. അതുകൊണ്ട് നമുക്ക് ഒടിക്കാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ അവക്കാഡോ കാണാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ഇതാണ്ട് ഞാൻ നട്ട എൻ്റെ അവക്കാഡോ ആണ്. ഇവിടെ വരെ ആയിട്ടുണ്ട്. ആ അവക്കാഡോയ്ക്കകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൊണ്ട് എന്തായി കിടക്കുന്നത് നമ്മുടെ പാവയ്ക്ക കിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ എന്താണ്, ഇവിടെ ഫുള്ള് ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നു. അപ്പം ഞാൻ വെച്ചാൽ ആ ഇലകളൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ഒടിച്ചു കൊടുക്കാറുള്ളതാണ്. അങ്ങനെ നോക്കിയപ്പോൾ എന്താണ്, 2 ഇലകൾക്കകത്ത് ഒരു 4 കുരുവിക്കുഞ്ഞ് മുട്ടയിട്ട് വിരിഞ്ഞിരിക്കുക. അത് ഏത് കുരുവിയാണെന്നും എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ അബദ്ധവശം എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. ഞാൻ ഇലകൾ ഒടിക്കുന്ന സമയത്ത് വിഷറ് കൂട് വെച്ചേക്കുവാന്ന് വിചാരിച്ച് ആ ഇലയുടെ 2 ഇലകൾ കൂടി നിന്നിട്ട് അതിനകത്താണ് കുരുവി ഇരിക്കുന്നത്. ഞാൻ ആ ഒരു ഇല അങ്ങ് ഒടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇല അല്ല, അവക്കാടെ ഇലയ്ക്ക് ഭയങ്കര കട്ടിയാണ്. കണ്ടോ, നമ്മൾ ഇത് കരിയത്തൊന്നുമില്ല. അങ്ങനെ ഒരുപാട് വെയിലടിച്ചാലും അങ്ങനെ കരിയുന്ന ടൈപ്പുള്ള അല്ല. അപ്പം ഇവിടെയൊക്കെയുള്ള ഞാൻ ഇങ്ങനെ പിച്ചി കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഫുള്ള് കരിഞ്ഞ ഇലയായിരുന്നു സംഭവം. ഞാനിത് എന്നോടാരും പറഞ്ഞില്ല. അപ്പം ഞാനിപ്പോൾ അമ്മയോട് പോയി പറയുമ്പോൾ അമ്മ അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞേനെ. എന്തോ അമ്മ ഉറക്കത്തിലായതുകൊണ്ട് അമ്മ അറിഞ്ഞതാണോ അതോ അറിയത്തില്ലെന്നാണോ എന്തോ അമ്മ പറഞ്ഞു മനസ്സിലായി. മിക്കവാറും അറിഞ്ഞു കാണാൻ ചാൻസ് ഒന്നും ചോദിക്കും ഒന്നും കൂടെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുവാ, 4 കുരുവിക്കുഞ്ഞുങ്ങളാ ഇലയിലിരിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതകരമായ കാര്യം. എനിക്കങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും കുരുവിയാണോ എന്ത് ജീവിയാണോ കാക്കയാണോ എന്തോന്നും അറിയത്തില്ല. ഭയങ്കര ഉറക്കം കേട്ടോ. ഇതിൻ്റെ തള്ള ഇതിനെ ഉറക്കിയിട്ട് പോയാണോ എന്തോന്നൊന്നും അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ കുരുവികളോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. ചിലപ്പം വന്ന് നോക്കുമായിരിക്കും അല്ലേ. ഞാൻ എന്തായാലും അതിൻ്റെ ഇത് കാണിക്കാം. പക്ഷെ ഞാൻ ആ ഒടിച്ച കമ്പിൻ്റെ ഒരു ഇലയും കൂടെ അവിടെ ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട്. മറ്റില ഈ കട്ടി കാണുന്നതുകൊണ്ട് അതിനകത്ത് കിടക്കുമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ എനിക്ക് ഒടിച്ചാലും ഞാൻ എന്ത് ചെയ്യാൻ എനിക്കൊന്നും അറിയത്തില്ല. അമ്മയോട് ചോദിച്ചിട്ട് ബാക്കിയുള്ള കാര്യം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ ഫേസ് ഒന്ന് കാണിക്കാവേ. ഭയങ്കര ക്യൂട്ടായിട്ടിരിപ്പുണ്ട്. ഇതായിരുന്നു ആ 2 ഇലകൾ. അതിനകത്ത് ഒരു ഇല ഞാൻ മറ്റേ വിഷറും കൂടാന്നും പറഞ്ഞ് ഒടിച്ചതായിരുന്നു കേട്ടോ. ആ കാണുന്നത് മുഖം കാണാൻ പറ്റുമോ നോക്കട്ടെ. കണ്ടോ, ചുണ്ട് കണ്ടോ, ഉറങ്ങുക. ഇത് ഏത് കിളിയാണെന്ന് എനിക്ക് കുരുവിയാണോ എന്തോന്ന് അറിയത്തില്ല. ഭയങ്കര ഉറക്കമാണ്. മിക്കവാറും ആ തള്ളക്കിളി വന്നിട്ട് അതിന് മനസ്സിലാവും ഇതിൻ്റെ കമ്പ് ആരോ വന്ന് ഒടിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും ഇവരുടെ ഒന്ന് പോവുമായിരിക്കും. തള്ളക്കുരി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഞാൻ അറിയാതെ തന്നെ എൻ്റെ അതിലുണ്ടായിരുന്നു. ഞാൻ പക്ഷേ സത്യം പറഞ്ഞില്ല, പെട്ടെന്ന് വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ആ കുരുവി കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മൾ കുരുവി തന്നെ ആയിരിക്കും. പക്ഷേ ചില കുരുവിയുടെ ചുണ്ടിങ്ങനെ വളഞ്ഞിരിക്കുന്ന ടൈപ്പല്ലേ, അതിൻ്റെ കുറച്ചുകൂടെ വലുതാണ് കുരുവി. അതിൻ്റെ വായിൽ എന്തോ ഇരിപ്പുണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കാൻ വന്നതായിരിക്കും. ഇല്ല, കൊക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ടൈപ്പല്ല. ഇതിൻ്റെ കൊക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ്. സംഭവം കുരുവി തന്നെ, ഞാൻ ഉദ്ദേശിച്ച സംഭവം തന്നെ. ആ കിളിയാണ് ഇവിടെ കൂട് വെച്ചിരിക്കുന്നത്. അയ്യോ, ഈ കുഞ്ഞിനെ ഒന്ന് വിരിഞ്ഞ് തന്നെ അപ്പോൾ അവർ കൊണ്ടുപോയിരിക്കും അല്ലേ. അപ്പം വിരിഞ്ഞിട്ട് പോകുമോ എന്നുള്ള അപ്ഡേറ്റ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതായിരിക്കും.
എന്നാലും എൻ്റെ അവക്കാഡോയ്ക്കകത്ത് തന്നെ കുരുവി കൂട് വെച്ചല്ലോ. ഞാൻ പൊന്നു പോലെ വളർത്തിക്കൊണ്ടുവന്ന ചെടിയാണ് ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആരും വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതും പിന്നെ നമ്മുടെ മറ്റേ അതില്ലേ മൽബറിയും പിന്നെ 3 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വെറൈറ്റി ഞാൻ ഇത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കിളിച്ചോ ഇത് കൊണ്ടുവന്നിട്ട് കിളിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കായ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ആരെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെടി ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചെടി ഉണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. എനിക്ക് എനിക്ക് വെറുപ്പാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അത് ഒടിച്ചല്ലോ. സംഭവം ഞാൻ അറിയാതാണ് ചെയ്തത്. എന്നാലും അവർ കഷ്ടപ്പെട്ട് പശയാണോ എന്തോ ഇത് കോട്ടൺ തുണിയാണെന്ന് തോന്നുന്നുണ്ട്. കോട്ടൺ തുണി വെച്ചിട്ട് തയ്ക്കുക ചെയ്തത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഏതോ ഒരു കോട്ടൻ്റെ നൂലല്ലേ, കോട്ടൺ നൂലാണ് തോന്നുന്നത്. ആ നൂല് വെച്ചിട്ട് ചുണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതാ ഇലക്കകത്ത് കിഴുത്തി ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് വെച്ചേക്കുവാണ്. കണ്ടോ, എൻ്റെ പേടി ആ ഇല പൊട്ടി താഴെ വീഴുമോ. എന്നാണ്ട് ആ ഇല ഞാനിങ്ങനെ പൊട്ടിച്ച് വെച്ചേക്ക്. കണ്ടോ, ഞാൻ മറ്റുള്ള വിഷറും കൂടാണെന്നും പറഞ്ഞുകൊണ്ട് ഈ 2 ഇലകൾ തമ്മിലാണ് അവർ ചേർത്ത് വെച്ചേക്കുന്നത്. ഇത് ഓൾറെഡി നല്ല കട്ടിയായിട്ട് തന്നെ അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇല പൊട്ടി 2 ഇല കൂടെ പൊട്ടിച്ചായിരുന്നു എൻ്റെ അവസ്ഥ എന്തുമായിരുന്നു തന്നെ. ഞാൻ കൊച്ചുങ്ങളെ കൈ പിടിച്ചുകൊണ്ടിങ്ങനെ നിന്നേനെ. അവരുടെ മുഖം ഒന്നുകൂടെ കാണണ്ട. അയ്യോ, എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കാം. അയ്യോ, കാണാനും പറ്റത്തില്ല. അയ്യോ, നെഞ്ച് കിടന്ന് ഇടിക്കുന്നുണ്ട്. തണുക്കുന്നതായിരിക്കും. സൂപ്പർ. എന്തേ കുരുവി ഇവിടെ പോയി? ഇത് ഭയങ്കര കംഫർട്ടായിട്ട് ഇങ്ങനെ അടിയിരിക്കും കേട്ടോ. മഴയൊന്നും നനയത്തില്ല. മഴയൊക്കെ വേണം ഇവിടെ ആയിരിക്കും. ഈ കുഞ്ഞു ചെടിയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ കുഞ്ഞൊരു ചെടി അത്രേ ഉള്ളൂ. കുരുവി കൂട് വെച്ചേക്കുന്ന വെള്ളം വീഴത്തില്ലായിരിക്കും അല്ലേ. ഞാനിത് ജസ്റ്റ് ഒന്ന് മണ്ടയ്ക്കോട്ടിങ്ങനെ വെച്ചേക്കാം. കുഞ്ഞുകിളി കരയുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ആ കമ്പയെ തൊടുമ്പോൾ കുഞ്ഞുകിളി കരയുന്ന കണ്ടോണേ. തള്ളയാന്ന് വിചാരിച്ചായിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ബ്ലറാവുന്നുണ്ട്. കണ്ടോ, വായും തുറന്ന് കരയുന്നു. ഒന്നും കൂടെ തട്ടി നോക്കാം. അയ്യോ, ക്യൂട്ടായിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള കിളികളൊക്കെ മിക്കവാറും തിന്നുന്ന മറ്റേ നമ്മുടെ വിരയൊക്കെ ആയിരിക്കും അല്ലേ. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കിഴിച്ച് കഴിഞ്ഞാൽ വിരയെ കിട്ടുമല്ലോ. എടുത്ത് കൊടുത്താലോ? എന്തിനും പ്രശ്നമുണ്ടോ? ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വായിലിട്ട് കൊടുത്താൽ പോരെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഇവിടുന്ന് മാറാൻ തോന്നുന്നില്ല. മിക്കവാറും ഞാൻ ഇവിടെ അങ്ങ് ഇരിക്കുമായിരിക്കുന്നു ഫുള്ള്. തക്കാളി നട്ട ആ ബാഗിനകത്താണെങ്കിൽ തക്കാളി മൊത്തം ഞാൻ പറഞ്ഞായിരുന്നു മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രാണികളിങ്ങനെ, പ്രാണിയല്ല നമ്മളിതിൽ
തെങ്ങൊക്കെ മുറിയ സമയത്ത് നമുക്കതിൻ്റെ വലിയ തരത്തിലുള്ളൊരു ഉണ്ടളപ്പുഴു, അങ്ങനെ ഉണ്ടളപ്പുഴു എന്നൊക്കെ പറയുന്ന പോലത്തെ പുഴുവിനെ കിട്ടി. അപ്പോൾ ആ പുഴുവിനെയും അതിന് ചെറുതിനെയും പിന്നെ എന്താണ് മണ്ണരയും കൂടെ ഇലയെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ട് കൊടുത്തോന്ന് ഞാൻ നോക്കാൻ വേണ്ടി വന്നായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് എന്താ പറഞ്ഞ മണ്ണിരയൊക്കെ കൊണ്ട് ഇലയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നോക്കാൻ വന്നു. നേരത്തെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ കിളി വന്നിട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഇലയിലാണ് വെച്ചിരുന്നത്. അതിപ്പോൾ അവിടെ ഇല്ല. അപ്പം അതിനർത്ഥം കൊച്ചുങ്ങൾക്ക് കൊടുത്തെന്നാണ് നമുക്ക് വിശ്വസിക്കാവേ. ഞാനത് അത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ താണ്ടെ ഈ ഒരു ഇലയിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം അവിടെ ഒന്നും കാണുന്നില്ല. കുഞ്ഞുങ്ങൾ താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ കൊടുത്തു കാണുമായിരിക്കില്ലേ. എന്തായാലും ബാക്കി ഇതിനകത്ത് കുറച്ചുകൂടെ കിടപ്പുണ്ട്. ഞാൻ അതിനെയും കൂടെ കൈ വെച്ചങ്ങ് ഇടും. കൈ കഴുകാണ്ട് ഈ ടൈപ്പ് ഇതായിരുന്നു എനിക്ക് കിടന്നത്. ഒരു സൈസ് ഇരയാണ് ഇത്, ഒരു സൈസ് ഇതാണ്. ഞാൻ കൈ കൊണ്ടങ്ങ് എടുക്കുകയാണ്. ഇത് വീണ്ടും ഈ ഇലയ്ക്കകത്ത് വെച്ചേക്കാം. ചിലതിനൊക്കെ ജീവനുണ്ട്. ഇനി നമുക്കൊരു റൗണ്ട് കൂടെ ഞാൻ ഇവിടെ ഇരിക്കാം. ഇനി ഞാൻ വരുന്നത് എന്തായാലും കാണിക്കാം കേട്ടോ. നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുരുവി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇല അനങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പതിയെ അടുത്തോട്ട് പോവാം. അതോ പറന്നു പോയോ? ഞാൻ ആ ഇലയിൽ വെച്ചത് കൊടുത്തോ നോക്കാം. ഞാൻ ഇതിനേക്കാൾ കുറച്ചുകൂടെ തോനെയില്ലേ ഞാൻ വെച്ചത്. ഒരു 4 എണ്ണമാണ് വെച്ചത്. പക്ഷെ ഇപ്പം ആ ഇലയ്ക്കകത്ത് ഇത്രണ്ണേ ഉള്ളൂ. 2 എണ്ണം, ഒരെണ്ണം ഇപ്പം താഴെപ്പോയി. ഇതാണ്ട് ഇതാ കിടക്കുന്നു. 4 എണ്ണം വെച്ചത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ അല്ല, ഉറക്കമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, കൊടുക്കുവാണോ അത് കിളി തിന്നുവാണോന്ന് മനസ്സിലാവുന്നില്ല. കിളി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ കിളി. പറന്നുപോയി.